ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഈസി ഡൈനർ ക്രെഡിറ്റ് കാർഡല്ല, അത് ആക്ച്വലി നമുക്കിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് എന്താ പറയുക, അപ്രൂവ് ആയിട്ടുണ്ട് ഞാൻ. പക്ഷേ അത് എടുക്കണ്ടേന്ന് ഡൗട്ട് ആയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡും നമ്മുടെ റൂപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ ഇതെന്താ വേറെ സംഭവം എന്ന് വെച്ചാൽ, നോർമലി ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഇവർക്ക് നമ്മുടെ ഫുൾ എമൗണ്ട് ഷെയർ ആവുക ചെയ്യുക, ഫുൾ ലിമിറ്റ് ഷെയർ ആവുക ചെയ്യുക. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു പ്രൈമറി കാർഡ് ഇൻഡസ്ഇൻഡ് ബാങ്കിന് ഉണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മുടെ ലെജൻഡ് കാർഡ് ഉണ്ടെന്ന് പറയാം. നമുക്കൊരു 3 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ 3 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അഡീഷണൽ കാർഡായിട്ട് നമ്മുടെ റൂപേ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ, ഇതെന്താ വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് കാർഡ് റൂപേ വേരിയൻ്റ് അല്ല. അപ്പോൾ റൂപേ കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം കാർഡ് എടുക്കാൻ പറയും. നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അഡീഷണൽ കാർഡായിട്ട് പ്ലാറ്റിനം റൂപേ കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തിട്ട് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ലിമിറ്റ് ഷെയറിംഗ് ഓപ്ഷൻ വരും. അതായത് നമുക്ക് ഒന്നെങ്കിൽ മിനിമം 30,000 രൂപ നമ്മുടെ പ്രൈമറി കാർഡിൽ നിന്ന് ഇതിലേക്ക് ഷെയർ ചെയ്യാം. അതായത് ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് ടോട്ടൽ ലിമിറ്റ് നമ്മുടെ ലെജൻഡ് കാർഡിൽ വന്നെങ്കിൽ, നിങ്ങൾ പ്ലാറ്റിനം റൂപേ കാർഡിലേക്ക് 30,000 രൂപ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ പ്രൈമറി കാർഡിൻ്റെ ടോട്ടൽ ലിമിറ്റ് 30,000 രൂപ കുറയും. അതായത് ഇതിൽ 30,000 രൂപയും അതിൽ 2,70,000 രൂപയായിട്ട് മാറും. മറ്റേ ബാക്കിയുള്ള കാർഡുകളിൽ ഷെയർ ലിമിറ്റ് വരുന്ന പോലെയല്ല, ഇത് ഫുള്ളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ആവുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മറ്റേ ഇതിൽ ബാക്കി ബാലൻസ് ഉള്ള 2 ലക്ഷത്തി ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഷെയറിൽ 3 ലക്ഷത്തിന് ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടാകുന്നത് 270 265 സംതിങ് എന്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ്ലി കാണാം, ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കാണാം നിനക്ക് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 1,65,000 രൂപ ഈ ഈസി ഡൈനർ കാർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബാലൻസ് ലെജൻഡ് ക്രെഡിറ്റ് കാർഡിൽ 91,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. പറയുമ്പോൾ ഇതെല്ലാം ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ്, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇപ്പോൾ എല്ലാം ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷെയർ ലിമിറ്റ് നമ്മുടെ മെയിൻ കാർഡിൽ നിന്ന് വരുന്നത് പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഞാൻ കാർഡ് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സാധനം ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് അല്ലാത്ത പക്ഷം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈസി ഡൈനർ, പക്ഷേ കേരളത്തിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ടൈഗർ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ കുറച്ച് നല്ല ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴത്തെ ടാബിൻ്റെ ലിങ്കായിട്ട്, റഫർ ലിങ്കായിട്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് അങ്ങനെ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പം നല്ല ഒരു 750-760 മുകളിൽ സിവിൽ സ്കോർ ഉണ്ടായാലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ആരെല്ലാം കണ്ടസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാർഡ്, ഫിസിക്കൽ കാർഡ് അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി കാർഡിൽ നിന്നുള്ള ലിമിറ്റ് കുറയും. അതിന് വെറുതെ അങ്ങനെ ലിമിറ്റ് കുറച്ചിട്ട് ഇതിലേക്ക് ഷെയർ ചെയ്തിട്ട്, അതും ഈ സിലിണ്ടർ കാർഡ് നമ്മുടെ കേരളത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബോക്സിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല, അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. സംഭവം ഈസി ആയിട്ട് ഇപ്പോൾ കാർഡ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി. പ്രത്യേകിച്ച് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് പ്രൈമറി കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് കിട്ടും, ഒരു പാടിയുമില്ല. ജസ്റ്റ് നമ്മുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓഫ് പഴയ പ്രൈമറി കാർഡിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആക്ടിവേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാനുള്ള സംഭവം വരും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി, പിന്നെ ഞാൻ വേണ്ട വെച്ചു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈസി ഡൈനർ കാർഡ് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു കാർഡ് എടുക്കണം നോക്കുന്നുണ്ടെങ്കിൽ ടൈഗർ ക്രെഡിറ്റ് കാർഡ് നല്ലതാണ്, അവരുടെ അതുപോലെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡ് നല്ലതാണ്. ഇപ്പോൾ ടൈഗർ ക്രെഡിറ്റ് കാർഡ് കുറച്ചുകൂടി നല്ലതാണ്, റൂപേ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറെ റൂപേ വേരിയൻ്റ് കാർഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ അതിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് അനലിസ്റ്റ് ആണ്, നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാണാൻ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളിൽ കൊടുത്തിട്ട്. അടുത്ത് കാണാം, ബൈ.